ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡിന്റെ അവസാനം കാണിച്ചൊരു സംഭവമാണ്. അനുമോളിൽ നിന്നും ഇത് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആരിൽ നിന്നും ഇത് സംഭവിച്ചിരുന്നുവെങ്കിലും ഞാനിത് വെറുതെ വിട്ടേനെ. പക്ഷെ അനുമോൾ ഇങ്ങനൊരു കാര്യം പറയുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ മോശമായി പോയി. ആദ്യമായിട്ടാണ് അനുമോളുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വലിയൊരു അബദ്ധം വീഴുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത്രയും ദിവസം ലൈവ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമൊന്നും അനുമോള് ഒരിക്കൽ പോലും ആരുടെ അടുത്ത് നമ്മൾ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഇതിപ്പോ ആദ്യത്തെ തവണയാണ് ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. വളരെ മോശമായി. ഇപ്പൊ ഒട്ടും തന്നെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. എപ്പിസോഡിന്റെ ലാസ്റ്റ് പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം നടക്കുന്നുണ്ട്. ലാലേട്ടൻ പ്രോട്ടീൻ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഭയങ്കര നാണതയാണ്. അതുകൊണ്ട് പ്രോട്ടീൻ ഉള്ള പാലും മുട്ടയും അങ്ങനത്തെ സാധനങ്ങൾക്ക് ഡയറി പ്രോഡക്ട്സ് ഒക്കെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്ക് പാല് ലഭിച്ചിട്ടുണ്ടാവും. അത് വെച്ച് രാത്രി ചായ ഇടാനോ മറ്റോ നൂറയും അനുമോളോ കൂടി അവിടെ കിച്ചണിൽ പോയി തിരയുന്നുണ്ട്. പാല് കിട്ടുന്നില്ല. നെവിൻ അതെടുത്ത് എവിടെയോ മാറ്റി വെക്കുക അങ്ങനെ എന്തോ ചെയ്തു. പിന്നീട് നെവിൻ ചിരിക്കുന്നതായിട്ട് കാണുന്നു നൂറയുടെ കൂടെ. എന്നിട്ട് എന്താണ് സംഭവം എന്നറിയില്ല. അത് വാട്ടെവർ, അത് അവിടെ അത് കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് അനുമോള് വന്ന് നിന്നിട്ട് നെവിനുമായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെവിനോട് അനുമോള് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് അക്ബറും നെവിനും ഒക്കെ ഏറ്റുപിടിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ റേസ് ആവുന്നുണ്ട് അനുമോളുടെ അടുത്ത്. നീ വലിയ കെട്ടിലമ്മ ചമ്മയൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ നീ വീട്ടിൽ പോയിരുന്ന് പറ, ബിഗ് ബോസ് ഹൗസിന് അത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് ഇവര് ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ ഈ പറഞ്ഞത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അറപ്പ് എന്നൊക്കെ പറയുന്നത് അത് എന്താ ഒരു രീതിയിലുള്ള ഒരു അയിത്തമാണ്. നമ്മളിപ്പം ഇഷ്ടമില്ലാത്ത ഒരാളെ, ഡിസ്ഗസ്റ്റിംഗ് എന്നൊരാളെ അങ്ങനെ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ. അതിപ്പം ഏത് കണ്ണ് വെച്ച് ജഡ്ജ് ചെയ്ത് നോക്കിയാലും നമ്മൾ അങ്ങനെയൊന്നും ഒരാളെയും പറയാനായിട്ട് പാടില്ല. ബിഗ് ബോസ് ഹൗസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരാളെ അറപ്പാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായി പോയി. അതിപ്പം നെവിനെ പോലുള്ള ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നത് അതിലും മോശമായി പോയെന്നേ പറയാനുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.